പോവേണ്ടത് എങ്ങനെയായാലും എവിടെ നിന്നായാലും പോകും. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരോട് അധികം ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഓ ദൂരല്ലേ, അത് അധികം വയ്യാണ്ട് പോയിക്കോളും. അതെന്താ അതിന് മാത്രം ഒരു പ്രത്യേകത? പോവേണ്ടത് ദൂരാണെങ്കിലും അടുത്താണെങ്കിലും പോവാൻ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയിരിക്കും. എന്നാലും ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മറ്റ് റിലേഷൻഷിപ്പ് പോലെയല്ല. ഇതിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തേച്ച് പറഞ്ഞു തരാം. മറ്റ് റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയാലും എഫേർട്ട് ആയാലും വിശ്വാസമായാലും ഒരു പടിക്ക് മുകളിൽ കൂടുതൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് വേണം. പിന്നെ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമതൊരാളെ കൊണ്ടുവരാൻ പാടില്ല. അതാണ് പകുതി പ്രശ്നങ്ങൾക്കും കാരണം. ഈ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യമേ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ ഉള്ളവരുണ്ടാവും, അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ആദ്യം അവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക, പിന്നെ ജോലിയൊക്കെ കിട്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നവരുണ്ടാവും. അവർക്ക് കുറച്ച് പ്രശ്നമായിരിക്കും, കാരണം ആദ്യം ഒരുമിച്ചുണ്ടായിട്ട് പിന്നെ പെട്ടെന്ന് മാറുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ, ആദ്യം നമുക്ക് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് പറയാം. ഈ ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, വേറെ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു, ഇന്ന് നീ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെപ്പറ്റി ചോദിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുക. അങ്ങനെയുള്ള സംസാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയം വെറുതെ കളയാണ്ട് നല്ല രീതിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. പരമാവധി മെസ്സേജ് അയക്കാണ്ട് സമയം കിട്ടുമ്പോൾ കോൾ ചെയ്തിട്ട് തന്നെ സംസാരിക്കുക. കാരണം മെസ്സേജ് അയക്കുമ്പോൾ ഓരോരുത്തരുടെ ഇമോഷൻസ് എന്താണെന്ന് ആ മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അവരെന്ത് ഇമോഷനിലാണ് അത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കോൾ ചെയ്തിട്ട് പറയുമ്പോൾ അവരുടെ വോയിസ് കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അധികം നീട്ടിക്കൊണ്ടാവാതെ വേഗം തന്നെ സംസാരിച്ചിട്ട് സോൾവ് ആക്കുക. കാരണം അത് അധികം നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമില്ല. കാരണം നിങ്ങൾ രണ്ട് സ്ഥലത്താണ്. അപ്പം പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. പിന്നെ വേണ്ട ഒരു കാര്യമാണ് പരസ്പരമുള്ള ആ ഒരു വിശ്വാസവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ. അവർ വേറൊരു സ്ഥലത്താണ്, അവർക്കവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, ജോലീൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോവുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരവിടെ എന്ത് അവസ്ഥയിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. ഇപ്പം പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മളും കൂടി അതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നം വലിയതാക്കിയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും റീഅഷുറൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, വേറെ എവിടെയും പോവില്ല, എനിക്ക് നീ മാത്രം മതി, ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയുന്നത് അവർക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഭയങ്കര ഡൗട്ടായിരിക്കും. നിങ്ങൾ വിളിക്കുമ്പോൾ എടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഡൗട്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി തിരക്കൊണ്ടൊക്കെ ആയിരിക്കും എടുക്കാണ്ടിരിക്കുന്നത്. പക്ഷെ അവർ വേറെ രീതിയിൽ ചിന്തിക്കും. അപ്പം ചെറുതായിട്ടൊന്ന് റീഅഷുറൻസ് കൊടുത്താൽ മതി. ഇന്ന കാര്യം കൊണ്ടാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഉണ്ടാവുന്ന ഒരു മെയിൻ സംഭവമാണ്, നിങ്ങളിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു കുത്തലുണ്ടാവും. കാരണം നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ, അവരില്ലാണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പി ആണ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടാവും. അതൊരു വിഷമം കൊണ്ടാണ്, നിങ്ങൾ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ ചെറുതായിട്ട് റീഅഷുറൻസ് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നീ കഴിഞ്ഞിട്ട് എനിക്ക് ആരുമില്ലൂ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത്, അതായത് ഏകദേശം അടിയാവുന്നുള്ള ഒരു സമയത്ത് പരമാവധി അത് ഒഴിവാക്കാൻ നോക്കുക. സമാധാനപൂർവ്വം അവരെ കേൾക്കാൻ നോക്കിയിട്ട് സമാധാനപൂർവ്വം പ്രതികരിക്കുക. കാരണം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, വേറെ രീതിയിൽ സോൾവ് ചെയ്യാൻ കഴിയില്ല. അത് വലിയ പ്രശ്നമായാൽ അത് ഓർത്ത് വെച്ചിട്ട് മറുപടി കൊടുക്കുക. അത് സംസാരിക്കുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ സംസാരിക്കുക. അവർക്ക് ഡൗട്ട് തോന്നിയാലോ അല്ലെങ്കിൽ സംശയിച്ചാലോ എന്ന് വെച്ചിട്ട് കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ നോക്കുക. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സംസാരം മുഖ്യം ബിഗിലേ. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ ഒരു സംഭവം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവണം, നിങ്ങൾ എപ്പോൾ കാണും, എപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പരസ്പരം സംസാരിക്കാൻ നോക്കുക. നിങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ, അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് പരമാവധി അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഗിഫ്റ്റ് കൊടുക്കണം. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് കുറച്ച് കേൾക്കും, കാണിച്ചു തരാം. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ എപ്പോഴും അതുപോലെ തന്നെ നിലനിർത്താൻ നോക്കണം. അപ്പോൾ അവരെന്തെങ്കിലും വിഷമം വന്ന് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളത് കേട്ടിട്ട് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം. അതില്ലാതെ അവരെ ബ്ലെയിം ചെയ്യുകയോ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പോലും ഇല്ല എന്നുള്ള ആ ഒരു തോന്നൽ വരും. അപ്പം അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാൻ പഠിക്കും. അതിൻ്റെ ഇടയിലെ കൂടെ തേർഡ് പേഴ്സൻ്റെ
എൻട്രി വരും. അപ്പൊ അവർക്ക് തോന്നും ഇവര് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, എന്നാൽ ഇയാള് കേൾക്കുന്നുണ്ട്. അപ്പം ആ ഒരു തോന്നല് വരുത്തിക്കാണ്ട് നോക്കുക. നിങ്ങൾ എപ്പോഴും ചെയ്തുകൂടാത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഓവർ തിങ്ക് ചെയ്തിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കാൻ പാടില്ല. മെസ്സേജിന് റിപ്ലൈ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വിളിച്ചിട്ടൊന്നും എടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓ സ്നേഹമില്ല, മതിയായി, തേച്ച് തേച്ച് തേച്ച്, അത്തരത്തിലുള്ള ചിന്താഗതി ഒഴിവാക്കുക. ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ എപ്പോഴും അവരുടെ ലാസ്റ്റ് സീൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഫോളോവേഴ്സ് നോക്കുക, ഇതൊക്കെ ഡൗട്ട് കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അവർ തമ്മിൽ എന്താ സ്നേഹം, നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ആ ഒരു രീതിയിലുള്ള ടോക്കൊക്കെ ഒഴിവാക്കുക. റിലേഷൻഷിപ്പിൽ സ്നേഹം മാത്രമാണ് വലുത് എന്ന് ചിന്തിക്കാണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ട്രസ്റ്റ് ആയാലും റെസ്പെക്റ്റ് ആയാലും പരസ്പരമുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയാലും എല്ലാം വേണം. എന്നാലേ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അധികം പേരും പറയുന്ന ഒരു സംഭവമാണ്, അടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. ഇപ്പം നമ്മൾ അടിയൊക്കെ ആക്കുന്ന സമയത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. അത് അത്ര നല്ല ഒരു സ്വഭാവമല്ല അങ്ങനെ പറയുന്നത്. അത് നമ്മളെ റിലേഷൻഷിപ്പിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എത്രയൊക്കെ ആയാലും സ്വന്തം ജീവിതം മറന്നിട്ട് പാർട്ട്ണറാണ് എല്ലാം എന്ന് ചിന്തിക്കാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും നമ്മുടെ ജോബിനായാലും അങ്ങനെ എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ഫുള്ള് ആ ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കരുത്.